ഞാനങ്ങനെ പോവും. ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ ഇവിടുത്തെ അവസ്ഥ കണ്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടെ വീട്ടിൽ പോവും? പാവം എൻ്റെ മോള്. എല്ലാ സ്വഭാവങ്ങളും അവൾക്കിവിടെ ഉണ്ട്. സ്നേഹസമ്പന്നനായ നല്ല ഭർത്താവ്. മറ്റു ബന്ധുക്കളെല്ലാവരും വളരെ നല്ലവര്. പക്ഷേ ആ ഐശ്വര്യ നേട്ടത്തി, അവൾ എന്തൊക്കെ ഉപദ്രവങ്ങളാ എൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്നത്. ഓ, നീ ഇവിടെ വന്ന് നിൽക്കാണോ? ഇങ്ങനാണോടി അമ്മയുടെ കാര്യം നോക്കുന്നേ? അമ്മ ഭക്ഷണം കഴിച്ചല്ലോ, പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു. എന്താ അമ്മ കഴിച്ച പാത്രം കഴുകി വെക്കുന്നതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഷോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. നീ എന്തൊക്കെ അമ്മയ്ക്ക് വേണ്ടി ചെയ്താലും അമ്മ നിന്നെ അംഗീകരിക്കൊന്നുമില്ല. അത് ഞാൻ തെളിയിച്ചു തന്നെ കഴിഞ്ഞു. നിനക്കിങ്ങനെ ഇവിടെ ഒരു വേലക്കാരി പോലെ കുറെ നാൾ കഴിയാം. അത് കഴിഞ്ഞ് മതിയാക്കി വീട്ടിലേക്കും പോവാം. എന്താടി സൈലന്റായി നിന്ന് എന്നെ കളിയാക്കാണോ? അല്ല ഐശ്വര്യടുത്തി, കാണിച്ചു തരാം. എന്താടി കാണിച്ചേ? അത് എന്റെ കയ്യിന്ന് വഴുതി പോയതാ. കയ്യിന്ന് വഴുതിപ്പോയി. ഇവിടെ നശിപ്പിക്കാനാണല്ലോ കേറി വന്നിരിക്കുന്നത്. നടക്കട്ടെ, നാശം പിടിച്ചവൾ. അറിയാതെയാണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിയത് എനിക്ക് വേണ്ടിയാ. ഇതുകൊണ്ടൊരു പ്രയോജനമുണ്ട്. ഓ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്തും ഞാൻ സഹിക്കും. എന്റെ മക്കള് 3 പേരെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ഞാനത് സഹിക്കില്ല. അവരെ വളർത്തിയത് ഞാനാ. അവരെ സാമൂഹ്യ വിരുദ്ധരൊന്നുമല്ല, സൽസ്വഭാവികളും സംസ്കാരമുള്ളവരുമാ. പറഞ്ഞത് പിൻവലിക്കുകയും മേലാൽ പറയില്ലെന്ന് ഉറപ്പ് തരികയും ചെയ്താൽ, എല്ലാവരോടും മാപ്പ് പറഞ്ഞാൽ നിനക്ക് അരുണിന്റെ ഭാര്യ ഇവിടെ തുടരാം. അല്ലെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ഈ വീട്ടിൽ ഇനി നിന്നെ വേണ്ട. അമ്മേ, എന്താ മോളെ? അമ്മേ, എനിക്ക് എന്താന്നറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. ശരീരമൊക്കെ തളർന്നു പോകുന്ന പോലെ. ഞാൻ ഇത്തിരി നേരം ഒന്ന് മയങ്ങിക്കോട്ടെ അമ്മേ? ഓ, എന്റെ പൊന്നുമോളെ, മോൾ ഇത്തിരി നേരമല്ല, കുറച്ചേറെ നേരം ഉറങ്ങിക്കും. 5 മിനിറ്റ് മയങ്ങിയാ മതി അമ്മേ. 5 മിനിറ്റ് അല്ല, ക്ഷീണം മാറുന്നത് വരെ ഉറങ്ങിക്കൂ. എന്റെ പൊന്നുമോള് അമ്മയ്ക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടാ ഇവിടെ അനുഭവിക്കുന്നതെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. എനിക്ക് സുഖമില്ലാന്ന് കരുതി ഞാൻ നിന്നെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊന്നും സാരമില്ല അമ്മേ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പാട് അനുഭവിക്കുന്നതൊന്നും എനിക്കൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടേയില്ല. ഇതൊക്കെ എൻ്റെ കടമയല്ലേ അമ്മേ? അമ്മയ്ക്ക് കണ്ണ് കാണാതായതോടെ അമ്മയെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത മരുമക്കളുണ്ട് ഇവിടെ. മൂത്ത മരുമകളാണെങ്കിൽ
അവരുടെ അമ്മയ്ക്ക് എന്തോ സുഖമില്ലാന്നും പറഞ്ഞ് തേരാ പാരാ നടക്കുക. ആ അത് പോട്ടെ അമ്മേ, അത് പണ്ടേ അങ്ങനെയാ. ആ ഒടുക്കത്തെ മരുമകളുണ്ടല്ലോ, മതില് ചാടി വന്നവള്, അവൾ അമ്മയുടെ കണ്ണ് കളഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അവളിങ്ങോട്ട് വരണ്ട. അവളുടെ ശബ്ദം കേട്ടാ അടിച്ചോടിക്കും ഞാൻ അവളെ. നാശം പിടിച്ചോളും. നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന നേരത്ത് ഇരുട്ടത്ത് വന്ന് അവൾ എന്നെ കൊല്ലുവെന്ന എന്റെ പേടി. അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അത്രയ്ക്ക് ക്രിമിനലാ അവള്. ഓ, നമ്മുടെ ആക്കി അവളെ എങ്ങനെ സഹിക്കുന്നു? എന്റെ മോന്റെ അവസ്ഥയോർത്ത് ഞാൻ വിഷമിക്കുക മോളെ. അല്ല, അവിടെ എന്തോ കുപ്പിയോ ഗ്ലാസോ ഒക്കെ പൊട്ടുന്ന കേട്ടല്ലോ. അതവളാ, ആ ശ്യാമ. അവള് കുപ്പിയെടുത്തോണ്ട് പോകുന്നതും കണ്ടു, അത് അടുക്കളയിലിട്ട് പൊട്ടിക്കുന്നതും കണ്ടു. എന്തിനാണാവോ ഈ കുപ്പിയൊക്കെ പൊട്ടിക്കുന്നതെന്ന് ദൈവത്തിനറിയാം. ഞാനെന്നാലൊന്ന് മയങ്ങിട്ട് വരാമേ. ആ, മോള് പോയിട്ട് വാ. ഹലോ ഹലോ, മിസ്റ്റർ അഖിലല്ലേ? ആ അതെ, ഞാൻ മാരുതി ചാനലിൽ നിന്നാണ്. പ്രോഗ്രാം പ്രൊഡ്യൂസർ മനോജ് എബ്രഹാം. ആ പറയൂ സർ. സർ, ഞങ്ങളുടെ ഒരു ഫാമിലി ഷോ ഉണ്ട്. ഓക്കെ. ബെസ്റ്റ് കപ്പിൾ എന്നാ പ്രോഗ്രാമിന്റെ പേര്. ആ കേട്ടിട്ടുണ്ട്. അത് സർ, ഒത്തിരി വ്യൂവേഴ്സും മികച്ച റേറ്റിംഗും ഉള്ള ഒരു പ്രോഗ്രാമാണ് ബെസ്റ്റ് കപ്പിൾ. അതിലേക്ക് ഞങ്ങൾ ചില സെലിബ്രിറ്റികളെ നേരിട്ട് വിളിക്കുന്നുണ്ട്. ആ യാ പറയൂ. സാർ, സെലിബ്രിറ്റി ഇല്ലേ സാറിന്റെ മിസ്സിസ് ശ്യാമ? ശ്യാമയും സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ വരുമോ? അതറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഓ ഷുവർ, തീർച്ചയായും വരും. ആ ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? താങ്ക് യു സാർ. ആ ഞങ്ങള് എന്നാണ് വരേണ്ടത്? ഡേറ്റും ടൈമൊക്കെ ഞാൻ പുറകെ പറയാം. ഓക്കെ ഓക്കെ ഷുവർ. ഓക്കെ, വിളിച്ചാൽ മതി. ഓക്കെ സാർ. കൃഷ്ണ ഭഗവാനെ, അഖിൽ സാറിന്റെ അമ്മയെ നോക്കാൻ നീ എനിക്കൊരവസരം തന്നു. അതിനൊരുപാട് നന്ദി. അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയാലും മാറിയില്ലെങ്കിലും അമ്മയെ പരിചരിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി എന്റെ മനസ്സിന് തരണേ ഭഗവാനെ. നീ എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരണേ. എന്തൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. സൂക്ഷിക്കാനായിട്ട് മുന്നറിയിപ്പ് തന്നതാണോ?
നിനക്കിട്ട് പണി തരാൻ വേണ്ടിയുള്ളതെല്ലാം നീ തന്നെ എനിക്ക് ഒരുക്കി തരുന്നുണ്ടല്ലോ ശ്യാമേ. ഇന്നത്തെ നിന്റെ മനസമാധാനത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. ചെല്ലടി ചെല്ല്, നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തന്നെ തരാം. വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലോ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ ഐശ്വര്യ വിളിക്കണോ? വേണ്ട, പാവം മയക്കത്തിലായിരിക്കും. ആരാ എന്റെ കാലി പിടിച്ചേ? അമ്മേ അമ്മേ ചവിട്ടില്ലേ, മുന്നോട്ട് പോവല്ലേ. എന്താ ഇവിടൊക്കെ കുപ്പിച്ചിലകൾ വെതറിയിരിക്കുക. ആര്? ഈ ശ്യാമ. ഞാനോ? കുപ്പിച്ചില് വിതറിയിരിക്കുന്നോ? അതെ, അമ്മ നടക്കുന്ന വഴിയിൽ തന്നെയാ. എടി
ഈ കുപ്പിച്ചിലകള് എങ്ങനെ ഇവിടെ വന്നത്? അത് ഇവിടെ കൊണ്ടുവന്നിട്ടതാരാ? ഞാനല്ല അമ്മ, ഞാനല്ല. നീ അല്ലെന്നോ? കള്ളത്തരം പറയുന്നോടി. അവളെന്നെ കൊല്ലാൻ നോക്കുക, നശിച്ചവള്. അമ്മ, സോപ്പിൽ ആസിഡ് ഒഴിച്ച് എന്നെ കൊല്ലാൻ നോക്കി. എന്റെ മക്കളുടെ ഭാഗ്യത്തിന് ഞാൻ മരിച്ചില്ല. എന്റെ കണ്ണുകൾ രണ്ടും കളഞ്ഞു. എന്തിനാടി നിനക്ക് അമ്മയോട് ഇത്ര വൈരാഗ്യം? അമ്മ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അവൾ എന്റെ മകന്റെ ജീവിതവും നശിപ്പിച്ചു. ഇനി എന്നെ കൊല്ലാൻ നടക്കുക. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ പ്രശ്നം? അന്തേട്ടാ. വസു, കണ്ണു കാണാൻ പാടില്ലാത്ത എന്റെ മുമ്പില് ഞാൻ നടക്കുന്ന വഴിയില് കുപ്പിച്ചിൽ വെതറിയിരിക്കുന്നു. ഇതൊക്കെ ഈ ശ്യാമ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ അനന്തേട്ടാ? അയ്യോ, ഞാനല്ല. നീ അല്ലെന്നോ? നീയാണ്, നീ തന്നെയാണ്. ഈശ്വര, ഞാൻ എല്ലാരും നോക്കിക്കേ. ഇവളല്ലെങ്കി ഇവളുടെ കൈ എങ്ങനെയാ മുറിഞ്ഞത്? ഈശ്വര, എന്റെ കുഞ്ഞിന്റെ കൈ മുറിഞ്ഞല്ലോ. എന്നോട് ഇവള് ചെയ്യുന്ന ഈ ദ്രോഹങ്ങളൊക്കെ കണ്ടിട്ട് എന്റെ ഭർത്താവിനും മക്കൾക്കും ഒന്നും പറയാനില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. ഇയാള് പുറത്തുനിന്ന് എല്ലാം കണ്ടു കാണോ? സാറേ, അത് അങ്ങോട്ട് ഇറങ്ങി നിക്കടോ. തനിക്കെന്താ ഇവിടെ കാര്യം? യൂസ്ലെസ്. താനെ ഇവിടുത്തെ സെക്യൂരിറ്റിയാ. താൻ ആ കാര്യം മാത്രം നോക്കിയാ മതി. തലയിൽ കയറി അകത്ത് കയറാൻ നോക്കുന്നു. ബ്ലഡി ഫൂൾ. ഐശ്വര്യ, മാന്യമായിട്ട് സംസാരിക്കുക. ഇയാൾ ഇവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇയാൾ നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനാ, അത് മറക്കരുത്. നമ്മളെപ്പോലൊരു മനുഷ്യനോ? പിന്നെന്താ, അയാൾ 8-10 കാലുള്ള അപൂർവ ജീവിയാണോ? മനുഷ്യരോട് മാന്യമായിട്ട് പെരുമാറും. അതാ ആദ്യം ശീലിക്കേണ്ടത്. ആ സംസ്കാരം ഇവിടെ പലർക്കും ഇല്ല. എന്തായാലും വസുവിന്റെ കാല് മുറിഞ്ഞില്ലല്ലോ, ശ്യാമയുടെ കൈ മുറിയുകയും ചെയ്തു. പിന്നെ ശ്യാമ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് വസു ഐശ്വര്യ അല്ലാതെ മറ്റാരും വിശ്വസിക്കുകയില്ല. അച്ഛൻ, ഞാൻ മതി. വസു എന്റെ ഭാര്യയാണ്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അത് മനസ്സിലാക്കുന്ന ഭാര്യ. ഇക്കാര്യത്തിൽ ഐശ്വര്യയുടെ വക്കാലത്ത് എനിക്ക് ആവശ്യമില്ല. മോളെ, മരുന്ന് വെച്ച് കേട്ടണേ. മോളെ, ആ അങ്കിളോ, ആഹാരം എടുക്കട്ടെ? ആഹാരമൊക്കെ പിന്നെ. വേഗം അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. എന്താ അങ്കിളെ? മോള് വേഗം അമ്മയുടെ അടുത്തേക്ക് ചെല്ല്.